നമസ്കാരം, ഞാൻ സിമി ജസ്റ്റോ. US വീക്ക്ലി റൗണ്ട് അപ്പ് പവേർഡ് ബൈ PSG ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഈ ആഴ്ചത്തെ ഹൈലൈറ്റ്സ്: വരാനിരിക്കുന്ന MMA ചിത്രമായ ദ സ്മാഷിംഗ് മെഷീനിൽ അഭിനയിക്കാൻ ഒരുങ്ങുന്നു ദ റോക്ക് ജോൺസൺ എന്നറിയപ്പെടുന്ന ഡെയ്ൻ ജോൺസൺ. ഒർലാൻഡോയിലെ ഓർമ്മയുടെ ഈ വർഷത്തെ പ്രവർത്തനോദ്ഘാടനം പ്രശസ്ത സിനിമാ താരം ശ്രീ സിജു വിൽസനും സംഘവും അവതരിപ്പിച്ച സ്റ്റേജ് ഷോയായ ഗാനനാട്യ നർമ്മ സംഗമത്തോടൊപ്പം നടത്തപ്പെട്ടു. ഹ്യൂസ്റ്റണിലെ സെയിന്റ് തോമസ് ഓർത്തഡോക്സ് കത്തീഡ്രലിന്റെ ഗോൾഡൻ ജൂബിലി ആഘോഷങ്ങളുടെ വിവരങ്ങൾ. നോർത്തേൺ ലൈറ്റ്സ് എന്ന കാഴ്ചയുടെ വിവരങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന അമേരിക്കൻ കാഴ്ചയുമായി ആശ മാത്യു. ക്രാബ് കേക്ക് വിത്ത് കുക്കുംബർ ഡിൽ സാലഡ് എന്ന വിഭവവുമായി അമേരിക്കൻ കിച്ചണിൽ കവിതാ തെക്കന്മാർ. ഹോളിവുഡ് സിനിമാ പ്രേമികളെ ആവേശം കൊള്ളിച്ചുകൊണ്ട് വരാനിരിക്കുന്ന MMA ചിത്രമായ ദ സ്മാഷിംഗ് മെഷീനിൽ അഭിനയിക്കാൻ ഒരുങ്ങുന്നു ദ റോക്ക് ജോൺസൺ എന്നറിയപ്പെടുന്ന ഡെയ്ൻ ജോൺസൺ. ഈ ചിത്രത്തിന് ഒരുക്കമായി ആരംഭിച്ച പരിശീലനത്തെ പറ്റിയുള്ള വിവരങ്ങൾ റോക്ക് ജോൺസൺ തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചത്. So WrestleMania is behind me and I will actually start a new training camp tomorrow on Monday, and this training camp now will consist of MMA fighting in the cage. So I've gone from the pro wrestling ring to the MMA cage, and it's in preparation for my next movie. It's called The Smashing Machine. As many of you know, The Smashing Machine is based off of the life of Mark Kerr. Mark Kerr was the godfather, the heavyweight godfather of MMA, of UFC, who at one time was the greatest fighter on the planet. And he was an absolute animal and a beast. And he struggled with addiction, he struggled with success, he struggled with loss, he struggled in love. A lot of struggles in his life, but he lived and is still living the most extraordinary, dreams come true kind of life, and it's an honor for me to play him. And I want to make sure that, again, I wake up every morning and I run to this opportunity to become Mark Kerr. And so I want to make sure in my training camp, I'm training with UFC legends and coaches, and want to make sure that I do right by Mark and I do right by the MMA and UFC community and culture, and all these fighters, men and women, who have put it all on the line over the years, as they've done in professional wrestling too as well. So I come into this project as with the ultimate level of respect and reverence to that world, and I just want to be prepared as I possibly can. So I start my MMA and my cage work and my MMA ring work all this week, which basically means I'm going to get my ass kicked. ഒർലാൻഡോയിലെ കഴിഞ്ഞ 28 വർഷത്തെ കലാ സാംസ്കാരിക മേഖലയിലെ നിറസാന്നിധ്യമായ ഓർമ്മയുടെ ഈ വർഷത്തെ പ്രവർത്തനോദ്ഘാടനം പ്രശസ്ത സിനിമാ താരം ശ്രീ സിജു വിൽസനും സംഘവും അവതരിപ്പിച്ച സ്റ്റേജ് ഷോയായ ഗാനനാട്യ നർമ്മ സംഗമത്തോടൊപ്പം നടത്തപ്പെട്ടു. റവറൻ ഫാദർ ജെയിംസ് തരകനും റവറൻ ഫാദർ സിബി സെബാസ്റ്റ്യനും വിശിഷ്ടാതിഥികളായിരുന്ന ചടങ്ങിന് ഓർമ്മ പ്രസിഡന്റ് ശ്രീ സാബു ആന്റണി, സെക്രട്ടറി ശ്രീമതി സ്മിത മാത്യൂസ്, പ്രോഗ്രാം കോർഡിനേറ്റർ ശ്രീമതി റോഷ്നി ക്രിസ്നോയൽ എന്നിവരുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി ചുക്കാൻ പിടിച്ചു. ഈ പരിപാടിയുടെ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു ഒർലാൻഡോയിൽ നിന്നും ഏബൽ സോണി തോമസിനോടൊപ്പം സ്മിത സോണി. നമസ്കാരം. ഓർമ്മയുടെ ഈ വർഷത്തെ ഔദ്യോഗിക പ്രവർത്തനോദ്ഘാടനവും പ്രശസ്ത ഫിലിം സ്റ്റാർ ശ്രീ സിജു വിൽസനും സംഘവും അവതരിപ്പിക്കുന്ന ഗാനനാട്യ നർമ്മ സംഗമവും അരങ്ങേറുന്ന തെഹോപക്കാലിക ഹൈസ്കൂളിലേക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം. ഇത് നേതൃത്വം കൊടുക്കുന്ന ഓർമ്മ കൂട്ടായ്മയും അതിൻ്റെ ഭാരവാഹികളെയും കൃത്യമായി സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഈ സായാഹ്നം ഉല്ലാസപ്രദവും സന്തോഷപ്രദവും ഞങ്ങളുടെ മനുഷ്യ ജീവിതത്തെ കൂടുതൽ ബന്ധിപ്പിക്കുന്നതുമാക്കി തീർക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. എല്ലാം സർവശക്തനായ ദൈവത്തിൻ്റെ നാമത്തിൽ സമർപ്പിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ഓർലാൻഡോ റീജിയണൽ മലയാളി അസോസിയേഷനിലെ ഓരോ മെമ്പറിനും ഒരു വലിയ നന്ദിയും നമസ്കാരവും പറഞ്ഞുകൊണ്ട് we welcome you to Ghana Natya Narma Sangamam.
ഞാൻ പാലത്തിൽ കണ്ടതല്ലേ പാലട്ട മോളല്ലേ നിന്നെ ഞാൻ പാലത്തിൽ കണ്ടതല്ലേ വ്യത്യസ്തനാമൊരു പാമറമ്പാലനേ അല്ല 3 ചോദ്യം ചോദിച്ചായിരുന്നു. അപ്പൊ ഇതിൽ ആദ്യം ഏത് ചോദ്യത്തിന് ഉത്തരം പറയണമെന്ന് ആലോചിക്കുമായിരുന്നു. ഓർമ്മയുടെ പ്രസിഡന്റ് മിസ്റ്റർ സാബു ആന്റണി നമ്മോടൊപ്പമുണ്ട്. നമസ്കാരം. ഇന്ന് വളരെ മനോഹരമായിട്ട് ഒരു സ്കൂൾ ഓഡിറ്റോറിയം, മോർ ദാൻ 600 ആൾക്കാർ ഇരിക്കുന്ന സ്കൂൾ ഓഡിറ്റോറിയം ഫുൾ കപ്പാസിറ്റിയിൽ നമ്മൾ അടിപൊളി ഷോ ചെയ്തിരിക്കുകയാണ്. ഫ്രീഡിയ ഇൻ്റർനാഷണലിൻ്റെ നേതൃത്വത്തിൽ കൊണ്ടുവന്ന ഷോ വളരെ മനോഹരമായി സിജു വിൽസൺ ആൻഡ് ടീം ഇവിടെ അവതരിപ്പിച്ച് കഴിഞ്ഞിരിക്കുന്നു. ആൾക്കാരെല്ലാം എൻജോയ് ചെയ്യുന്നു. വളരെ നന്നായി പോയി എന്നുള്ളത് പറഞ്ഞിരിക്കുകയാണ്. താങ്ക് യു ഓൾ. ഓർമ്മയുടെ പ്രസിഡന്റ് എന്ന രീതിയിൽ ഞാൻ ഈ വന്നിരിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ്. താങ്ക് യു. കോമഡി ഷോകളിലൂടെ ഞങ്ങളുടെ വീട്ടിലത്തെ ഒരു താരമായി മാറിയ മിസ്റ്റർ ബിനു അടിമാലിയോട് നമുക്ക് വിവരങ്ങൾ ചോദിച്ചറിയാം. നമസ്കാരം. ഞാനിപ്പോൾ 3-ാം തവണയാണ് ഇവിടെ എത്തുന്നത്. അങ്ങനെ ഒരു ദൈവഭാഗ്യം കിട്ടി. ഇവിടെ വരുന്ന ഓരോ സ്റ്റേജും, ഇപ്പോൾ ഞങ്ങൾ വന്ന ഓരോ സ്റ്റേജും നല്ല ഇഷ്ടപ്പെട്ടോ? പ്രോഗ്രാം ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതേപോലെ അഭിപ്രായമാണ് എല്ലാ സ്റ്റേജിലും നമുക്ക് കിട്ടിയത്. അത് തന്നെ ഏറ്റവും വലിയ ഒരു ഭാഗ്യം. ഞങ്ങൾ വലിയൊരു ടീമുകളായിട്ടല്ല ഞങ്ങൾ വന്നേക്കണേ. കഴിഞ്ഞ 2018 ഞങ്ങൾ ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വലിയ ടീമായിട്ടാണ് വന്നത്. ഇതും കുഴപ്പമില്ല, നല്ല കൂട്ടായ്മയുള്ള ഒരു പ്രോഗ്രാമായിരുന്നു. നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ ഇവിടെ ഉള്ളവർ നമുക്ക് നല്ല രീതിയിലുള്ള സപ്പോർട്ട് തന്നു, പ്രോഗ്രാം വിജയിപ്പിച്ച് തന്നു. അതിൻ്റെ ഒരു വലിയ സന്തോഷത്തിലാണ് ഓൾറെഡി. ഷോയിൽ ഞങ്ങളുടെ ഇവിടുത്തെ ഒരു ഫീഡ്ബാക്കും ഇന്നത്തെ ഒരു എക്സ്പീരിയൻസിനെ കുറിച്ചൊന്ന് ഷെയർ ചെയ്യാമോ? Orlando was like awesome. Crowd was like phenomenal ആയിരുന്നു. ഭയങ്കര കലയെ മനസ്സറിഞ്ഞ് സ്നേഹിക്കുന്ന ഒരു ക്രൗഡിനെയാണ് ഞങ്ങൾക്ക് ഓർലാൻഡോയിൽ കിട്ടിയത്. അതിലേറെ സന്തോഷം ഓർമ്മ എന്ന് പറയുന്ന 28 വർഷത്തെ ഒരു വലിയ ഇൻറ്റഗ്രിറ്റി ഉള്ള ഒരു ഗ്രൂപ്പിൽ വരാൻ പറ്റി, ആ ടീമിൽ നമുക്ക് നിൽക്കാൻ പറ്റി എന്ന് പറയുമ്പോൾ US തന്നെ വൺ ഓഫ് ദ മോസ്റ്റ് സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ് ഓർലാൻഡോ റീജിയണൽ മലയാളി അസോസിയേഷൻ. അപ്പോൾ അവർക്ക് വേണ്ടി പെർഫോം ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. കാരണം ഞങ്ങളുടെ ഇതിപ്പോൾ US ഞങ്ങളുടെ 4ാമത്തെ സ്റ്റേജിങ് ആയിരുന്നു. ഇനി 5 more സ്റ്റേജസ് ആ പെൻഡിങ്, ന്യൂയോർക്ക്, ഫിലാഡൽഫിയയിലൊക്കെ ആയിട്ട്. അപ്പോൾ എന്തായാലും ഓർലാൻഡോ വാസ് സംതിങ് ലൈക്ക് ടു റിമെമ്പർ അബൌട്ട്. 19ാം നൂറ്റാണ്ടെന്നുള്ള ആ ഒരു സിനിമയിലൂടെ നല്ലൊരു തുടക്കം കുറിച്ച് വെച്ചിട്ട് വളരെ നല്ലൊരു ഫെയിമിലേക്ക് ഉയർന്നു കഴിഞ്ഞിട്ട് ഇപ്പോൾ പുതിയ പ്രോജക്റ്റുകളെ കുറിച്ച് ഞങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമോ? ഇപ്പോൾ റീസെൻ്റ്ലി റിലീസായത് പഞ്ചവത്സര പദ്ധതി എന്ന് പറഞ്ഞിട്ടൊരു മൂവിയായിരുന്നു. ഇനി അടുത്ത് ഇറങ്ങാനുള്ളത് പുഷ്പവിമാനം എന്ന് പറഞ്ഞിട്ടൊരു മൂവിയുണ്ട്. അതുപോലെ തന്നെ സമാധാന പുസ്തകം എന്ന് പറഞ്ഞിട്ടൊരു മൂവിയുണ്ട്. അതുപോലെ തന്നെ ഇനി ഷൂട്ട് കഴിയാനിരിക്കുന്ന കുറച്ച് മൂവീസുണ്ട്, കമ്മിറ്റ്മെൻറ്റ്സ് ഉണ്ട്. അത് ഏറ്റവും പെട്ടെന്ന് തന്നെ നല്ല രീതിയിൽ മേക്ക് ചെയ്ത് നിങ്ങളുടെയൊക്കെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ജഗൻ, ഷാജി കൈലാസ് സാറിൻ്റെ മകൻ്റെ മൂവിയുണ്ട്, ജഗൻ ഷാജി കൈലാസ്. അത് റിലീസിന് തയ്യാറത്, ഷൂട്ടൊക്കെ കഴിഞ്ഞാൽ. ഹ്യൂസ്റ്റൺ സെയിൻറ് തോമസ് ഓർത്തഡോക്സ് കത്തീഡ്രലിന്റെ ഗോൾഡൻ ജൂബിലി ആഘോഷങ്ങളുടെ ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു.
സെപ്റ്റംബർ 20, 21, 22 തീയതികളായി നടത്തപ്പെടുന്ന ഗോൾഡൻ ജൂബിലി സമാപന ആഘോഷങ്ങളുടെ ഭാഗമായി വിപുലമായ പരിപാടികളാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ഇന്ത്യ പ്രസ് ക്ലബ് ഓഫ് നോർത്ത് അമേരിക്കയുടെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെട്ട പത്രസമ്മേളനത്തിൽ വെച്ച് ഭാരവാഹികൾ ഗോൾഡൻ ജൂബിലി ആഘോഷങ്ങളുടെ വിവരങ്ങൾ മാധ്യമപ്രവർത്തകരുമായി പങ്കുവച്ചു. ഹ്യൂസ്റ്റണിൽ നിന്നും ജോർജ് തെക്കേമല പകർത്തിയ ദൃശ്യങ്ങളിലേക്ക്. ഈ ദേവാലയത്തിനെ ഇതുവരെയും വഴി നടത്തിയ ഇല്ലായ്മയിൽ നിന്ന് അതിൻ്റെ ഈ നിലയിലേക്ക് കൊണ്ടുവരുമെന്നൊക്കെ വേണം. ജീവിതത്തിൻ്റെ നല്ല അംശം അതിനുവേണ്ടി കൂടുതൽ പ്രവർത്തിച്ച് അതിനുവേണ്ടി ഇത്രയും വരുത്തിയതായ ബഹുമാനപ്പെട്ട ഏറ്റവും ആദരണീയനായ അരുപ്പാലച്ചനെ ഈ മീറ്റിങ്ങിലേക്ക് നിങ്ങളെല്ലാവരുടെയും നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ അച്ഛനോടൊപ്പം ആദ്യകാലത്ത് ഇതിനുവേണ്ടി പ്രവർത്തിച്ച ഇന്ന് കോർപ്പിസ്കോപ്പ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട മാമനം മാത്യു അച്ഛനെയും ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ സ്റ്റാഫോർഡ് സിറ്റിയുടെ ഇപ്പോൾ മേയറായി തിരഞ്ഞെടുക്കപ്പെട്ട ബഹുമാനപ്പെട്ട കെൻ മാത്യു മേയർ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നിങ്ങളെല്ലാവരെയും ഒരുമിച്ച് കാണുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. പ്രായമായി വരികയാണെങ്കിലും ഈ ജൂബിലിയിൽ സംബന്ധിക്കത്തക്ക രീതിയിൽ ദൈവം കൃപയതിന് ദൈവത്തെ പ്രത്യേകം സ്തുതിക്കുന്നു, ദൈവത്തിന് നന്ദി പറയുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങളോടുകൂടെ ഈ ഇടവകയുടെ ജൂബിലി വളരെ ഭംഗിയായിട്ട് ആഘോഷിക്കാനായിട്ട് ദൈവം തമ്പുരാൻ കൃപ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഒരു വലിയ പരിപാടിയെ ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ നിങ്ങളുടെ പ്രയത്നവും നിങ്ങളുടെ പ്രവർത്തനവും ഞങ്ങൾക്ക് ആവശ്യമാണ്. 1974 1974 ആരംഭിച്ച ഒരു ദേവാലയമാണിത്. ഹ്യൂസ്റ്റണിലെ തന്നെ അമേരിക്കയിലെ തന്നെ പഴക്കമുള്ള ഒരു ദേവാലയമാണിത്. ഇതിന്റെ ആരംഭം 1974 CO വർഗീസ് അച്ഛന് ആരംഭിച്ച ഒരു ദേവാലയമാണിത്. അതിനെ തുടർന്ന് ഏതാണ്ട് 35 വർഷത്തോളം ബഹുമാനപ്പെട്ട അരുപ്പാല കോർപ്പിസ്കോപ്പ അച്ഛനാണ് ഈ ഇടവകയെ നയിച്ചത്. ഏതെങ്കിലും പ്രത്യേക മേഖലകൾ ഇതിനായിട്ട് തിരഞ്ഞെടുത്തിട്ടുണ്ടോ? ഒരു 10 ഫാമിലീസ് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ഏറ്റവും ഹാർഡ്ഷിപ്പ് അനുവദിക്കുന്ന ആ ഫാമിലീസിന് ഞങ്ങളുടേതായ ചെറിയ രീതിയിലുള്ള ഹൗസ് അങ്ങനെയുള്ള കൺസ്ട്രക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള പ്രോജക്റ്റുകൾ ഞങ്ങളിൽ ഒരാളാണ് ഇന്ന് ഈ നഗരത്തെ നയിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് കൂടുതൽ ഒബ്ലിഗേഷനുണ്ട്. അതുകൊണ്ട് ഇടവക തീരുമാനിച്ചിരിക്കുന്നത് ഈ ഇടവകയുടെ സ്റ്റാഫോർഡിലും അതിന് ചുറ്റുമുള്ള ഏരിയയിൽ നമ്മുടെ ഒരു കൈത്താങ്ങ് നൽകണമെന്നാണ്. അതുകൊണ്ടാണ് ഇങ്ങനെയൊരു പ്രത്യേക തീരുമാനത്തിലേക്ക് ഇടവക നീങ്ങിയത്. സെപ്റ്റംബറിലെ 3 ദിവസം കൊണ്ട് ചുരുക്കാനാണ്. സെപ്റ്റംബറിൽ മേയറും അതുപോലെ തന്നെ ഫോർട്ട് ബെൻഡ് കൗണ്ടി ജഡ്ജ് KP ജോർജും ഇവരുടെ എല്ലാം സാന്നിധ്യത്തിൽ ഒരു കിക്ക് ഓഫ് ഇവിടെ ഉണ്ടായിരുന്നു. എക്സ്ട്രാവഗൻസ 2024 ടാലന്റ് ഷോ എന്ന് കണ്ടു. അത് ടിക്കറ്റഡ് ഇവന്റ് ആണോ, പുറത്തുനിന്നുള്ളവർക്ക് ഈ ഷോ കാണാൻ വേണ്ടി കയറാൻ പറ്റുമോ എന്നുള്ളത് പറയാം. പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും സാധിക്കുമോ എന്നുള്ളൊരു ചോദ്യമാണ്. So Extravaganza is going to be a ticketed event. We are pricing it at $25 per person, and we are inviting everybody to come be part of it as part of the audience. What is your program? Something is there for young generation coming up college. അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടോ? ഈ പ്രാവശ്യം 50 വർഷം വന്ന അവസരത്തിൽ പ്രധാനമായിട്ടും ഇവിടെ ചെയ്യണമെന്ന് പറഞ്ഞതിന്റെ കാരണം we are hearing from them we need to do the charity in this our area community. സീനിയർ ലിവിംഗ് സെന്റേഴ്സ് അതുപോലെ അവരെ ഒന്ന് എൻട്രി ചെയ്യാനും അവരെ ഒരുമിച്ച് ഒരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമാക്കി നിർത്താനായിട്ട് ഉള്ള കാര്യങ്ങളെ പറ്റി അങ്ങനെ എന്തെങ്കിലും ഭാവിയിലേക്കെങ്കിലും ചിന്തിക്കുന്നുണ്ടോ ഇതിന്റെ ഭാഗമായിട്ട്? 1-2 വർഷങ്ങളായിട്ട് മിഷന്റെ ദൗത്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു ദൗത്യമായിട്ട് വന്നേക്കുന്നത് വീടുകളിൽ ഒറ്റപ്പെട്ട് താമസിക്കുന്ന മാതാപിതാക്കൾ അല്ലെങ്കിൽ മക്കൾ വളരെ ബിസി ആയിട്ടുള്ള മാതാപിതാക്കളെ ശ്രദ്ധിക്കാൻ പറ്റാത്ത ആളുകൾ, അങ്ങനെയുള്ള ആളുകളെ പള്ളി കൊണ്ടുവരുവാനും അതോടൊപ്പം തന്നെ അവർക്ക് എന്തെങ്കിലുമൊക്കെ ഹോസ്പിറ്റലിൽ പോകാനോ മെഡിസിൻ വാങ്ങിച്ചു കൊടുക്കാനോ എന്തെങ്കിലും അവർക്ക് ആവശ്യം ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഈ ഇടവക വിശാലമായിട്ട് കിടക്കുകയാണ്. എല്ലാ സ്ഥലങ്ങളിൽ നിന്നും ഓരോ കമ്മിറ്റിക്കാരെ തെരഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പം ഒരു സർക്കിളിൽ ആ കമ്മിറ്റിക്കാരുടെ ചുമതലയായിരിക്കും. മറ്റുള്ള പല സ്ഥാപനങ്ങളെക്കാട്ടിലും ഈ ഒരു വിഷൻ ഈ പള്ളിക്കുണ്ടായിരുന്നു. അതിന് നേതൃത്വം കൊടുത്ത അച്ഛന്മാരും എൻ്റെ പള്ളിയെപ്പറ്റി വളരെ പ്രൗഡാണ്. നോർത്ത് അമേരിക്കയിലെ തന്നെ ഏറ്റവും വലിയ ഇന്ത്യൻ ദേവാലയങ്ങളിൽ ഒന്നായി അറിയപ്പെടുന്ന സെയിന്റ് തോമസ് ഓർത്തഡോക്സ് കത്തീഡ്രലിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങൾ ഏറെ വൈവിധ്യമാർന്ന പരിപാടികളോടെ നടത്തുവാനുള്ള ആസൂത്രണവുമായാണ് സംഘാടകർ മുന്നോട്ടു പോകുന്നത് എന്ന്
റവറൻ ഗീവർഗീസ് ആരുപ്പാല കോർ എപ്പിസ്കോപ്പ, റവറൻ ഫാദർ രാജേഷ് കെ ജോൺ, റവറൻ ഫാദർ ക്രിസ്റ്റഫർ മാത്യു, ജൂബിലി കൺവീനർ മനോജ് മാത്യു എന്നിവർ അറിയിച്ചു. 1 വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങളുടെ ഭാഗമായി $1,00,000 ചാരിറ്റി പ്രവർത്തനങ്ങളാണ് ആഘോഷങ്ങൾക്ക് സമാന്തരമായി നടത്തപ്പെടുന്നത്. ജൂബിലി സമാപനത്തിൽ അഖില മലങ്കര ഓർത്തഡോക്സ് പരമാധ്യക്ഷൻ അഭിവന്യ ബസേലിയോസ് മാർത്തോമൻ മാത്യൂസ് മൂന്നാമൻ മെത്രാപ്പോലിത്ത മുഖ്യ കാർമ്മികത്വം വഹിക്കും. US വീക്ക്ലി റൗണ്ട് അപ്പ് അവാർഡ് ബൈ PSG ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന് ഇനിയൊരുടെ വേള. Crufey's Law Firm, Chicago. Trusted name for work injuries and personal injury cases, wrongful death cases and much more. Ensuring aggressive financial results. Attorney Stephen Crufey's. Serious lawyer for serious cases. We want a long-term relationship with you. Call us 312-855-0511. Crufey's Law Firm Limited. www.crufeyslaw.com. ഇനി US വീക്ക്ലി റൗണ്ട് അപ്പ് അവാർഡ് ബൈ PSG ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൽ അമേരിക്കൻ കാഴ്ചകൾ. അമേരിക്കൻ കാഴ്ചകളിലേക്ക് സ്വാഗതം. ലോകത്തെവിടെയാണെങ്കിലും ഏറെ ആകർഷണീയമായ ഒരു പ്രതിഭാസം, സഹസ്രാബ്ദങ്ങളായ ആളുകളെ ആകർഷിച്ച പ്രകാശത്തിന്റെ മനോഹരമായ നൃത്ത റിബണുകളാണ് ഈ ആഴ്ചത്തെ അമേരിക്കൻ കാഴ്ചകൾ. വെൽക്കം ടു ദി നോർത്തേൺ ലൈറ്റ്സ്. നോർത്തേൺ ലൈറ്റ്സിലേക്ക് യാത്ര ചെയ്യാം ഡോക്ടർ സണി അഗസ്റ്റിൻ പകർത്തിയ ദൃശ്യങ്ങളിലൂടെ. 45 ദശലക്ഷം മൈൽസ് പെർ അവർ വരെ വേഗതയിൽ സൂര്യനിൽ നിന്നുള്ള ഊർജിത കണികകൾ ഭൂമിയുടെ മുകളിലെ അന്തരീക്ഷത്തിലേക്ക് പതിക്കുമ്പോഴാണ് ഈ നോർത്തേൺ ലൈറ്റ്സ് സൃഷ്ടിക്കപ്പെടുന്നത്. സൂര്യനിൽ നിന്നുള്ള ഭൂമിയുടെ കാന്തിക ക്ഷേത്രത്തിൽ നിന്നുമുള്ള ചാർജ് ചെയ്ത കണങ്ങൾ തമ്മിലുള്ള പ്രതിപ്രവർത്തനം മൂലമാണ് അറോറകൾ എന്ന് അറിയപ്പെടുന്ന നോർത്തേൺ ലൈറ്റ്സ് ഉണ്ടാകുന്നത്. ചാർജുള്ള കണങ്ങൾ ചേർന്ന സൗരവാതം ഭൂമിയിലെത്തുമ്പോൾ അത് കാന്തിക മണ്ഡലവുമായി ഇടപെടുകയും അസ്വസ്ഥതകൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഈ അസ്വസ്ഥതകൾ ചാർജ് ചെയ്ത കണങ്ങളെ ധ്രുവങ്ങളിലേക്ക് നയിക്കുന്നു. അവിടെ അവ ഭൂമിയുടെ അന്തരീക്ഷത്തിലെ ഓക്സിജൻ, നൈട്രജൻ തുടങ്ങിയ വാതകങ്ങളുമായി കൂട്ടിയിടിക്കുന്നു. ഈ കൂട്ടിയിടികൾ പ്രകാശത്തിന്റെ ഉദ്വമനത്തിന് കാരണമാക്കുന്നു. ഇത് നോർത്തേൺ ലൈറ്റ്സ് എന്നറിയപ്പെടുന്ന വർണ്ണാഭമായ പ്രദർശനങ്ങൾ സൃഷ്ടിക്കുന്നു. നിരീക്ഷിക്കപ്പെടുന്ന നിറങ്ങൾ വാതക തന്മാത്രകളുടെ തരത്തെയും കൂട്ടിയിടികൾ സംഭവിക്കുന്ന ഉയരത്തെയും ആശ്രയിച്ചിരിക്കുന്നു. ഇത് പച്ച, ചുവപ്പ്, ധ്രുമനൂൽ, നീല എന്നിവയുടെ നിറങ്ങൾ ഉണ്ടാക്കുന്നു. 2024 വടക്കൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സിനുടനീളമുള്ള നിരവധി സ്ഥലങ്ങളിൽ, പ്രത്യേകിച്ച് ആർട്ടിക് സർക്കിളിന് അടുത്തുള്ളവയിൽ നോർത്തേൺ ലൈറ്റുകൾ അല്ലെങ്കിൽ അറോറകൾ ദൃശ്യമായിരുന്നു. അലാസ്ക, വാഷിംഗ്ടൺ, ഐഡഹോ, മൊന്റാന, നോർത്ത് ഡക്കോട്ട, മിനസോട്ട, വിസ്കോൺസിൻ, മിഷിഗൻ, മെയിൻ, ന്യൂ ഹാംഷയർ, വെർമൗണ്ട്, ന്യൂയോർക്ക്, അപ്സ്റ്റേറ്റ് എന്നിവ ഉൾപ്പെടുന്ന എല്ലാ സംസ്ഥാനങ്ങളിലും കാഴ്ചകൾ ഉണ്ടായിരുന്നു.
വിവിധ സ്ഥലങ്ങളിലെ നോർത്തേൺ ലൈറ്റുകളുടെ ദൃശ്യപര്യതയെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകുന്ന നിരവധി ആപ്പുകൾ ലഭ്യമാണ്. സോളാർ ആക്ടിവിറ്റി, കാലാവസ്ഥാ സാഹചര്യങ്ങൾ, ഉപയോക്താവിന്റെ സ്ഥാനം തുടങ്ങിയ ഘടകങ്ങളെ അടിസ്ഥാനമാക്കി അറോറ ദൃശ്യപര്യതയെക്കുറിച്ചുള്ള തത്സമയ വിവരങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന പലതരത്തിലുള്ള ആപ്പുകൾ ലഭ്യമാണ്. ഓർമ്മയിൽ സൂക്ഷിക്കുവാൻ നിരവധി കാഴ്ചകളും മറ്റൊരു ഡെസ്റ്റിനേഷൻ വിശേഷവുമായി വീണ്ടും കാണാം അടുത്ത ആഴ്ച. Until then, this is Asha signing off. US Weekly Roundup powered by PSG Group of Companies ന് മറ്റൊരു ഇടവേള കൂടി. Please stay with us. Citywide Mortgage of America Corp. Mortgage experts serving Illinois, Florida, and California. Committed to provide high-quality home loans, lowest mortgage rates in the market. Specialized services for first-time home buyers. Conventional, FHA, VA loans, and jumbo loans. Refinance and cash-out refinance. Home loan experts dedicated to making sure your home purchase or refinance experience is top-notch. We deliver what we promise. Visit www.citywidema.com. ഇനി US Weekly Roundup powered by PSG Group of Companies അമേരിക്കൻ കിച്ചൺ. നമസ്കാരം. അമേരിക്കൻ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കവിത മമായിൽ തെക്കന്മാർ. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്നത് ഒരു ക്രാബ് കേക്ക് ആൻഡ് ക്യൂക്കമ്പർ ഡിൽ സാലഡാണ്. ക്രാബ് കേക്ക് എന്നൊരു പേരുണ്ടെങ്കിൽ കൂടി ഇതൊരു സേവറി ഡിഷാണ്. ഈ ഡിഷ് പൊതുവേ ഒരു സാലഡിനോടൊപ്പമാണ് സെർവ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആദ്യം ക്രാബ് കേക്ക് എങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം. ഇതൊക്കെയാണ് നമുക്ക് ക്രാബ് കേക്ക് ഉണ്ടാക്കാനായി ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ്. 1.5 കപ്പ് ക്രാബ് മീറ്റ്, 1/2 കപ്പ് പാൻകോ ബ്രെഡ് ക്രംസ്, 1/4 കപ്പ് മയനീസ്, 1 മുട്ട റൂം ടെമ്പറേച്ചറിലുള്ളത്, 1/4 ടീസ്പൂൺ വീതം ഡിജോൺ മസ്റ്റർഡ് ആൻഡ് വർസ്റ്റർഷെയർ സോസ്, പാഴ്സ്ലി ലീവ്സ്, 1 ലെമൺ ഇവിടെ എടുത്തിട്ടുണ്ടെങ്കിലും ഒരു 1-2 ടീസ്പൂൺ ടേസ്റ്റിനനുസരിച്ച് യൂസ് ചെയ്യാം, ബട്ടർ, ഓയിൽ, സോൾട്ട് ആൻഡ് പെപ്പർ എല്ലാം ആവശ്യത്തിന്. ആദ്യം നമുക്ക് ഒരു വലിയൊരു ബൗളിലേക്ക് വെറ്റ് ഇൻഗ്രീഡിയൻസ് ഒക്കെ മിക്സ് ചെയ്തെടുക്കാം. മുട്ടയൊന്ന് ആദ്യം മിക്സ് ചെയ്യാം. ഇതിലേക്ക് മയനീസ് ആഡ് ചെയ്യാം. ഇത് നന്നായി മിക്സ് ആയതിന് ശേഷം നമുക്ക് മറ്റ് വെറ്റ് ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കാം. ഇതിപ്പോൾ നന്നായി ഇൻകോപ്പറേറ്റ് ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വർസ്റ്റർഷെയർ സോസ്, ഞാനിവിടെ ലെമൺ ജ്യൂസ് എടുത്ത് വെച്ചിട്ടുണ്ട്, അതും ഡിജോൺ മസ്റ്റർഡ് ഇത്രയും ചേർത്ത് മിക്സ് ചെയ്യാം. ഇതിലേക്ക് പാഴ്സ്ലി ലീവ്സ് ചോപ്പ് ചെയ്തതും കൂടി ചേർത്തു. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുരുമുളകും ചേർത്തതിന് ശേഷം നമുക്ക് ക്രാബ് മീറ്റ് ആഡ് ചെയ്യാം. ക്രാബ് മീറ്റ് ആഡ് ചെയ്തതിന് ശേഷം ഒരു സ്പാച്ചുല വെച്ചിട്ട് വേണം മിക്സ് ചെയ്യാനായിട്ട്. അത് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/2 കപ്പ് പാൻകോ ബ്രെഡ് ക്രംസ് ആഡ് ചെയ്യാം. ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒരു സെറാൻ റാപ്പിട്ട് കവർ ചെയ്ത് നമുക്കിതൊരു 20 മിനിറ്റ്സ് റെഫ്രിജറേറ്റ് ചെയ്യണം. ക്യൂക്കമ്പർ ഡിൽ സാലഡ് ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ആണിത്. 1 ക്യൂക്കമ്പർ, 1/2 റെഡ് അണിയൻ, കുറച്ച് ഡിൽ എടുത്തിട്ടുണ്ട്, സ്പ്ലാഷ് ഓഫ് വൈറ്റ് വിനെഗർ, 1/4 കപ്പ് സവർ ക്രീം, 1 ടീസ്പൂൺ പഞ്ചസാര, ഉപ്പ്, കുരുമുളക് ആവശ്യത്തിന്. ആദ്യം നമുക്ക് ഈ ക്യൂക്കമ്പർ ആൻഡ് ഉള്ളി രണ്ടും സ്ലൈസ് ചെയ്ത്
ഒരു 2 മണിക്കൂർ മാറ്റി വയ്ക്കണം. അതിലൊരുപാട് വാട്ടർ കണ്ടൻറ്റ് ഉണ്ടാവും. അതൊക്കെ പോയതിന് ശേഷം വേണം നമുക്ക് സാലഡ് തയ്യാറാക്കാൻ. 2 മണിക്കൂറോളം കുറച്ച് ഉപ്പിട്ട് ഒരു കൊലാൻഡറിൽ വെച്ചിരിക്കുകയായിരുന്നു ഈ ക്യുക്കമ്പർ ആൻഡ് അനിയനെ. അപ്പോൾ അതിലത്തെ വെള്ളമൊക്കെ പോയി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിൻ്റെ സോസ് ഇനി ആദ്യം മിക്സ് ചെയ്യാം. അതിനായിട്ട് ആദ്യം ഈ സവർ ക്രീം ഒരു ബൗളിലേക്ക് മാറ്റാം. ഇതിലേക്ക് ഒരു സ്പ്ലാഷ് ഓഫ് വിനെഗർ, ഒരു തുള്ളി ഇങ്ങനെ ഒഴിച്ചാൽ മതി. ഒരു ടീസ്പൂൺ പഞ്ചസാര. ഓൾറെഡി ഉപ്പിട്ട് വെച്ച കാരണം ഞാനിതിലിനി കൂടുതൽ ഉപ്പിടുന്നില്ല. അല്പം പെപ്പർ മാത്രമാണ് ചേർക്കുന്നത്. പിന്നെ ഡിൽ. ഇത്രയും ചേർത്ത് നമുക്ക് ഈ സോസ് ഒന്ന് റെഡിയാക്കാം. നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കുറച്ച് തിക്കായിട്ടുള്ളൊരു സോസാണത്, പക്ഷെ അത് കുഴപ്പമില്ല. നമ്മൾ എത്ര ഇതിലത്തെ വെള്ളം കളഞ്ഞാലും വീണ്ടും ക്യൂക്കമ്പറിൽ കുറച്ചുകൂടി വെള്ളം ഉണ്ടാവും. അപ്പോൾ നമ്മളിത് ആഡ് ചെയ്യുമ്പോൾ അതൊരു കറക്റ്റ് കൺസിസ്റ്റൻസി ആവും. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ക്രാബ് കേക്ക് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതുവരെ നമ്മുടെ സാലഡ് റെഫ്രിജറേറ്റ് ചെയ്യാം. നെക്സ്റ്റ് നമുക്ക് ക്രാബ് കേക്ക് തയ്യാറാക്കാം. അതിനായിട്ട് റെഫ്രിജറേറ്റ് ചെയ്ത ക്രാബ് കേക്ക് മിക്സ്ചർ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ പാനിൽ കുറച്ച് എണ്ണ ഒഴിക്കുന്നുണ്ട്. നമ്മളിതൊരു ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത്. എണ്ണ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. ഇതിൻ്റെ മെഷർമെൻറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒന്നുകിൽ കയ്യിലെടുത്ത് ഒരു ഉരുട്ടി കട്ട്ലറ്റൊക്കെ ചെയ്യണ പോലെ ചെയ്യാം. ഞാനിവിടെ ഒരു 1/2 കപ്പ് പാത്രത്തിൽ ഇങ്ങനെ സ്റ്റഫ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതൊരു ഈക്വൽ മെഷർമെൻ്റ് ആയിരിക്കും. ഇതിങ്ങനെ എടുത്തതിന് ശേഷം നമുക്ക് ഈ പാത്രത്തിലേക്ക് കമത്താം. തീ കുറച്ച് ചെറുതാക്കി വയ്ക്കാം. ഈ ഒരു അളവിൽ 3 to 4 ക്രാബ് കേക്ക്സാണ് നമുക്ക് തയ്യാറാക്കാൻ പറ്റുക. നെക്സ്റ്റ് വേണം ഇതുപോലെ നന്നായി പാക്ക് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ഇടാം. കുറച്ചൊന്ന് ചൂടായി കഴിയുമ്പോൾ ഞാൻ ഈ ബട്ടർ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. ആ ഒരു ഫ്ലേവർ കിട്ടാനായിട്ടാണ്. നമ്മളിത് കവർ ചെയ്യാതെയാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. ഏകദേശം ഒരു 1 to 1.5 minutes കഴിയുമ്പം നമുക്കിതൊന്ന് ഫ്ലിപ്പ് ചെയ്യാം. ആവശ്യമുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ഈ സമയത്ത് കുറച്ച് ബട്ടർ അല്ലെങ്കിൽ എണ്ണ ചേർത്ത് കൊടുക്കാം. അങ്ങനെ മറ്റേ സൈഡും ഇപ്പോൾ 1.5 മിനിറ്റോളം കുക്ക് ചെയ്ത് കഴിഞ്ഞു. നമ്മുടെ ക്രാബ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ ക്രാബ് കേക്ക്സ് എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനി ഈ സാലഡിനോടൊപ്പം സെർവ് ചെയ്യാം. ഒരു ഡിൽ ലീഫ് കൂടി വെച്ച് നമുക്ക് ഈ ക്രാബ് കേക്കിനെ ഗാർണിഷ് ചെയ്ത് സെർവ് ചെയ്യാം. എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അമേരിക്കൻ കിച്ചണിലൂടെ മറ്റൊരു വ്യത്യസ്ത റെസിപ്പിയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. US വീക്ക്ലി റൗണ്ട് അപ്പ് പവേർഡ് ബൈ PSG ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാകുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ദയവായി asianetUSnews@gmail.com എന്ന ഇമെയിലിലൂടെയോ 7324299529 എന്ന വാട്സപ്പ് നമ്പറിലൂടെയോ ഞങ്ങളെ അറിയിക്കുക. മറ്റൊരു വൈവിധ്യമാർന്ന എപ്പിസോഡുമായി വീണ്ടും കാണാം അടുത്തയാഴ്ച. നന്ദി, നമസ്കാരം.